ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒത്തിരി പേരുടെ മനസ്സിലുള്ള എന്നാൽ പിന്നെ തുറന്നു ചോദിക്കാൻ ഒരു മടിയൊക്കെയുള്ള ഒരു കാര്യത്തെപ്പറ്റിയാ. അതായത് പങ്കാളിയോടൊപ്പം ഒരേ സമയം രതിമൂർച്ചയിലെത്തുക. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇതൊരു നടക്കാത്ത സ്വപ്നമാണോ അതോ ജീവിതത്തിൽ സാധ്യമാണോ? വാ, നമുക്കിതൊന്ന് ശരിക്കങ്ങ് നോക്കാം. അതെ, ഇതാണ് മിക്കവാറും പേരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ സംശയം, അല്ലേ? ഒന്നിച്ചൊരു ഓർഗാസം. ഇതൊക്കെ സിനിമയിൽ കാണാൻ കൊള്ളാം, ശരിക്കും നടക്കുവോ? സത്യം പറഞ്ഞാല് ഇത് സാധ്യമാണ് കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര അങ്ങോട്ട് എളുപ്പമല്ല. എന്തുകൊണ്ടാണ് അതൊരു വെല്ലുവിളിയാകുന്നതെന്ന് നമുക്ക് അടുത്തതായിട്ട് കാണാം. ശരി, അപ്പോ എന്തുകൊണ്ടാണ് ഇതൊരു വെല്ലുവിളിയാകുന്നത്? ഇതിന്റെ പിന്നിൽ കുറച്ച് സയൻസ് ഉണ്ട്. ഒന്നിച്ച് രതിമൂർച്ച നേടാൻ കഴിയുമെങ്കിലും പലർക്കും ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നതിന് കാരണം നമ്മുടെ ശരീരങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ്. നമ്മളെല്ലാവരും, അതായത് സ്ത്രീയും പുരുഷനും, ലൈംഗികമായി ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ഒരു 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോണത്. ആദ്യം ഒരു ആവേശം വരും, പിന്നെ അത് അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പീഠഭൂമി എന്ന അവസ്ഥ, അതിനുശേഷം രതിമൂർച്ച, അവസാനം ശരീരം പഴയപടിയാകുന്ന നിർദ്ധാരണം. രണ്ടുപേരും ഈ വഴിയെ തന്നെയാ പോണതെങ്കിലും ഓരോ ഘട്ടത്തിനും എടുക്കുന്ന സമയത്തിലാണ് വ്യത്യാസം. അവിടെയാണ് ശരിക്കുള്ള കളിയങ്ങ് മാറുന്നത്. ഇതാണ് ആ പ്രധാന വ്യത്യാസം. പുരുഷന്മാർക്ക് പൊതുവെ കുറച്ചുകൂടി വേഗത്തിൽ ഓർഗാസത്തിലേക്ക് എത്താൻ പറ്റും, എന്നാൽ സ്ത്രീകൾക്ക് അതിന് കുറച്ചുകൂടി സമയം വേണം. ഈ സമയത്തിലുള്ള ഒരു ചേർച്ചയില്ലായ്മയാണ് ഒരേ സമയം ഓർഗാസം എന്നതിനെ ഒരു ചെറിയ വെല്ലുവിളിയാക്കി മാറ്റുന്നത്. ഒരു കണക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കൂടുതൽ സമയം സ്ത്രീകൾക്ക് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം എന്നാ പറയുന്നത്. അപ്പോൾ ഈ സമയത്തെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാം എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതൊരു സാധാരണ കാര്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ പടി. അപ്പോ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെന്തിനായി ഇതിന് മെനക്കെടുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നാം, അല്ലേ? എന്നാൽ ഒന്നിച്ച് ഒരു ഓർഗാസത്തിന് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പങ്കാളിയുമായി ഒന്നിച്ചനുഭവിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു വൈകാരികമായ അടുപ്പം കൂട്ടും, ബന്ധം ഒന്നുകൂടെ അങ്ങ് ശക്തമാകും. പിന്നെ ഓർഗാസത്തിന് പൊതുവെയുള്ള ഗുണങ്ങളുമുണ്ട്. നമ്മുടെ ടെൻഷനൊക്കെ കുറയും, നല്ലപോലെ ഉറങ്ങാൻ പറ്റും, എന്തിനേറെ പറയുന്നു, മുഖത്തിനൊക്കെ ഒരു തിളക്കം വരുമെന്നാണ് പറയുന്നത്. കാരണം ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കൂടും. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു അനുഭവം സ്വന്തമാക്കാൻ സഹായിക്കുന്ന ലളിതമായ 5 വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ ആർക്കും പരീക്ഷിക്കാവുന്ന സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോ ഇതാണ് ആ 5 പൊടിക്കൈകൾ. ഒന്നാമത്തേത്, ഒരു ടെൻഷനും വേണ്ട. രണ്ടാമത്, നമ്മുടെ പങ്കാളിയെ ശരിക്കും അറിയുക. മൂന്നാമത്, വേഗത ഒരുപോലെ കൊണ്ടുപോകാൻ നോക്കുക. 4, ആവശ്യമെങ്കിൽ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ കാര്യം, സ്ത്രീയുടെ ക്ലിറ്റോറിസിൽ ശ്രദ്ധ കൊടുക്കുക എന്നത്. നമുക്കിതിലെ ഓരോന്നും, പ്രത്യേകിച്ച് ഈ അവസാനത്തെ പോയിന്റ് ഒന്നുകൂടെ വിശദമായിട്ടൊന്ന് നോക്കിയാലോ? നമ്മൾ പറഞ്ഞതിലെ ഏറ്റവും മുഖ്യമായ കാര്യം ഇതാണ് കേട്ടോ. സ്ത്രീ ശരീരത്തിൽ ലൈംഗികമായ ആനന്ദത്തിനു വേണ്ടി മാത്രമുള്ള ഒരവയവമാണ് ക്ലിറ്റോറിസ്. മിക്ക സ്ത്രീകളിലും ഓർഗാസത്തിലേക്ക് എത്തുന്നത് ക്ലിറ്റോറിസിന് നല്ല രീതിയിലുള്ള ഉത്തേജനം കിട്ടുമ്പോഴാണ്. അതുകൊണ്ട് ഒരേ സമയം ഓർഗാസം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇതാണതിന്റെ മാസ്റ്റർ കീ എന്ന് പറയാം. അപ്പോ എങ്ങനെയാണ് ഈ ഉത്തേജനം നൽകേണ്ടത്? അതിന് വൈബ്രേറ്ററോ നാവോ വിരലുകളോ ഒക്കെ ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഒരു 10-15 മിനിറ്റെങ്കിലും ഫോർപ്ലേ അഥവാ ബാഹ്യകേളികൾക്കായി മാറ്റിവെക്കുക എന്നതാണ്. ഇത് സ്ത്രീക്ക് ശരിയായ രീതിയിൽ ഉത്തേജനം കിട്ടാനും സമയം ഒരുപോലെ ക്രമീകരിക്കാനും ഒരുപാട് സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഒരു വശത്ത്. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ലക്ഷ്യത്തിൽ മാത്രം കണ്ണുവെച്ച് ആ യാത്രയുടെ ഭംഗി അങ്ങ് നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ഒരു വാചകം എപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി. ഒന്നിച്ചുള്ള ഓർഗാസം എന്നൊക്കെ പറയുന്നത് ഒരു ബോണസ് മാത്രമാണ്, അല്ലാതെ ലൈംഗിക ബന്ധത്തിന്റെ അവസാന ലക്ഷ്യമല്ല. ആ നിമിഷങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കുന്നതിലും പരസ്പരം മനസ്സിലാക്കുന്നതിലുമാണ് യഥാർത്ഥ സന്തോഷം. ഇത് സംഭവിച്ചില്ലെന്ന് വെച്ച് അതൊരു പരാജയമായി കാണേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു സമ്മർദ്ദവും ഇല്ലാതെ പരസ്പരം കൂടുതൽ അറിഞ്ഞും മനസ്സിലാക്കിയും നിങ്ങളുടെ ലൈംഗിക ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ തയ്യാറല്ലേ? ആ യാത്ര അങ്ങോട്ട് ആസ്വദിക്കാൻ പഠിച്ചാൽ മതി. ഈ പറഞ്ഞ ബോണസുകളൊക്കെ അതിന്റെ വഴിക്ക് വന്നോളൂ. എന്നാ ശരി, അടുത്തൊരു വിഷയവുമായിട്ട് കാണാം.